നമസ്കാരം. എന്നും ചെയ്യുന്ന വീഡിയോ പോലെയല്ല, വ്യത്യസ്തമായൊരു വീഡിയോയാണ്. അതായത് തെന്നിന്ത്യയിലെ ഏറ്റവും വാനമ്പാടി എന്നറിയപ്പെട്ടിരുന്ന എല്ലാ വിഭാഗം ജനങ്ങളും ഏറ്റവും കൂടുതൽ ആദരവോടെ കണ്ടിരുന്ന പ്രിയങ്കരിയായ എസ് ജാനകി അന്തരിച്ചു. 70 വർഷക്കാലത്തോളം വിവിധ ഭാഷകളിലായിട്ട്, ഏകദേശം 20-ലധികം ഭാഷകളിലായിട്ട് തന്നെ 48,000-ഓളം ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള എസ് ജാനകി മലയാളത്തിൽ തന്നെ അനേകം ഗാനങ്ങൾ മലയാളത്തിൽ പാടിയിട്ടുണ്ട്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, അങ്ങനെ ഇന്ത്യയിലെ വിവിധ ഭാഷകൾ കൂടാതെ 1-2 വിദേശ ഭാഷകളിൽ പോലും പാടിയിട്ടുള്ള എസ് ജാനകി അവർ കുറച്ചു മുമ്പ് മൈസൂറിൽ അപ്പോളോ ഹോസ്പിറ്റലിൽ വെച്ച് മരണമടഞ്ഞ വിവരം പൊതുവെ ഇപ്പോൾ വാർത്താമാധ്യമങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 48,000-ഓളം ഗാനങ്ങളാണ് അവർ ആലപിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ അത്രയും ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള മറ്റൊരു ഗായികയില്ല. പിന്നെ എസ് ജാനകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. എസ് ജാനകിയുടെ പാട്ട് കേൾക്കാത്തവർ, പാട്ട് ആഗ്രഹിക്കാത്തവരായിട്ടും ഒരൊറ്റ മനുഷ്യൻ പോലും ഈ ഭൂമിയിൽ, അതായത് മലയാളികളിലോ അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലോ ഇന്ത്യയിൽ തന്നെ, കാരണം അത്രയും പ്രശസ്തയായ, അത്രയും ശബ്ദമാധുര്യമുള്ള ഏത് ഭാഷകളിൽ പാടിക്കഴിഞ്ഞാലും ആ ഭാഷാക്കാരിയായിട്ട് മലയാളത്തിൽ തന്നെ എത്രയോ ഗാനങ്ങൾ ഇന്നും മലയാളികൾ മനസ്സിലോർക്കുന്ന, എത്രയോ മൗനമേ എന്നൊക്കെയുള്ള ആ പാട്ട്, അതുപോലെ സ്വർണ്ണമുഖിലെ എന്നൊക്കെയുള്ള പാട്ട്, അതുപോലെ മഞ്ഞിൽ വിരിഞ്ഞ പൂവിലുള്ള ഇളം മഞ്ഞിൻ കുളിരുമായി എന്നുള്ള പാട്ട്, പിന്നെ നാദ നീ വരൂ എന്നുള്ള പാട്ട്, അതുപോലെ തേനും വയമ്പും എന്നുള്ള പാട്ട്, അതുപോലെ തുമ്പി വാ തുമ്പക്കുടത്തിൽ, ആ പാട്ടിൻ്റെയൊക്കെ അവസാനം പിള്ളേർ ചിരിക്കുന്ന ചിരി പോലും കൂടെ എത്ര ആത്മാർത്ഥമായിട്ട് ആണ് അതൊക്കെ പാടി അവതരിപ്പിച്ചിരിക്കുന്നത്. അത്രയും നല്ലൊരു ശബ്ദമാധുര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ SP ബാലസുബ്രഹ്മണ്യവും അതുപോലെ തന്നെ എസ് ജാനകിയും, ഇവരെ കഴിഞ്ഞിട്ട് മറ്റേതൊരു പാട്ടുകാരുള്ളൂ. ഇപ്പം നമുക്ക് മലയാളികൾക്ക് ഏറ്റവും അഭിമാനമായിട്ടുള്ള യേശുദാസ്, ചിത്രയെ പോലൊക്കെ ഉള്ളവരുണ്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഈ സൗത്ത് ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ജോഡികളായിരുന്നു ഏറ്റവും ടോപ്പിൽ നിന്നിരുന്നത്. SP ബാലസുബ്രഹ്മണ്യവും അതുപോലെ തന്നെ എസ് ജാനകി. അതിൽ SP ബാലസുബ്രഹ്മണ്യം അദ്ദേഹം നമുക്കറിയാം, കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. എസ് ജാനകി ഇന്ന് കുറച്ച് മുമ്പാണ് വാർത്ത പുറത്തേക്ക് വന്നിരിക്കുന്നത്. കർണാടകത്തിൽ മൈസൂറിൽ വെച്ച് അപ്പോളോ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് എസ് ജാനകിയുടെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. മലയാളികളിൽ നിന്ന് മാത്രമല്ല, ഈ സൗത്ത് ഇന്ത്യയിലെയും അതുപോലെ തന്നെ ലോകത്തുള്ള പാട്ട് ആസ്വദിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലെന്ന് അറിയാം. മനുഷ്യനാണോ സ്വാഭാവികമായിട്ടും പാട്ട് ആസ്വദിക്കും. അതിൽ ഏറ്റവും ടോപ്പിൽ സ്ത്രീ ശബ്ദം ആയിട്ട് നിലനിന്നിരുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എസ് ജാനകി. അവർ 1957 ആദ്യമായിട്ട് പാട്ട് ആലപിച്ചിരിക്കുന്നത്. 57 മുതൽ ഇതിപ്പോൾ 2027 വന്നപ്പോഴത്തേക്കും ഏകദേശം 27 ഇപ്പോൾ 26, ഏകദേശം 69 വർഷം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വർഷക്കാലത്തേക്ക് പാട്ടുകൾ പാടിയിട്ടുള്ള ആ ഒരു വ്യക്തിത്വം, അത് വളരെ എല്ലാവർക്കും അങ്ങേയറ്റം ഒരു വേദനയാണ് എസ് ജാനകിയുടെ വിടപറച്ചിൽ. ഏതായാലും ആ ഒരു വിഷയം പൊതുസമൂഹത്തിനോടൊന്നും അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ചെറിയൊരു വീഡിയോ. മറ്റൊന്നുമില്ല, ഈ എസ് ജാനകിയുടെ ആത്മാവിനും എല്ലാ നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു.